ഹലോ മച്ചാമാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കൂടാണ്. കുറേ നാളായി യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ വ്ളോഗാണ്. എന്താ ഫുഡെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇനി അമ്മയുടെ അടുത്തോട്ട് ചെല്ലാം. ബാക്കി വിശേഷം എന്തായാലും അമ്മ പറയും. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൗലോലിക്ക അച്ചാറല്ല ഇടാൻ പോകുന്നത് അല്ലേ മാം? ലൗലോലിക്ക അച്ചാർ. അത് ലൗലോലിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി അപ്പം നമ്മൾ ലൗലോലിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലൗലോലിക്ക ആരാ തന്നെ? നമ്മുടെ അപ്പുറത്തെ ലക്ഷ്മി ചേച്ചി അല്ലേ തന്നെ? ഏമ്മ? ലക്ഷ്മിയാ തന്നെ. അപ്പം നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്ന ലൗലോലിക്കയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വേണ്ട കഴുകി നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചുമന്നിരിക്കുന്നുണ്ടേ. ലൗലോലിക്ക നമ്മളത് വാട്ടി ഇനി അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റുക. ഇനി ഈ വെള്ളം നമ്മളിത് അച്ചാറിടുമ്പോൾ ഇതിന് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഇതിനകത്ത് ചേർത്താ അച്ചാറിടുന്നത്. ഇനി ലൗലോലിക്കകത്ത് വെള്ളം ഒഴിച്ച് അടപ്പേ വെക്കാൻ ഗ്യാസേ വെക്കാൻ പോവാം. അപ്പൊ വേണ്ട നമ്മൾ ലൗലോലിക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കഴുകി വൃത്തിയാക്കി ഇനി അടപ്പേ വെക്കാൻ പോകട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട്, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഇട്ടോ കേട്ടോ. നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അടപ്പേ കയറ്റിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഇത് ലൗലോലിക്കൊക്കെ വേറെ പേരൊക്കെ പറയുന്നത്. നമ്മുടെ ഇവിടെ ലൗലോലിക്ക എന്നാ പറയുന്നത്. അടപ്പേ വെച്ചെന്ന് പറയണം. എനിക്ക് തെറ്റ്. അച്ചാറിടാൻ നല്ലെണ്ണ ഒഴിക്കുക. അപ്പൊ വേണ്ട നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എന്തോ അമ്മ ഇടുന്നത്? അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി. വെളുത്തുള്ളിയൊക്കെ വേണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഉണ്ട്, കരിയാപ്പില ഉണ്ട്, പിന്നെ എന്താ, പിന്നെ ഇനി ഒരു കൂട്ടം കൂടെ ഉണ്ട്, ഇഞ്ചി ചതച്ചതുണ്ട്. ഇനി ഒരു കൂട്ടം കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അതിപ്പോൾ എടുത്തോണ്ട് വരാവേ, ഒരു മിനിറ്റ്. വേണ്ട ഒരു കൂട്ടം മറന്നെന്ന് പറഞ്ഞില്ലേ, അത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക്, കരിയാപ്പില, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. അപ്പം ഫസ്റ്റ് എന്തോ ഇട്ട് കൊടുക്കാൻ പോന്നെ? വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോന്നെ. വേണ്ടേ, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ഇടുന്ന? ഇനി അതിൻ്റെ കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് മച്ചാമാര കേട്ടോ. ഇഞ്ചി ഇട്ടോ. കണ്ട, ഇഞ്ചി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നല്ലോണം ചതച്ചതല്ലേ അമ്മ? ഇഞ്ചി നല്ലോണം കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. അപ്പം ഇതിന് റെഡ് കളറാവുന്നത്. അപ്പം ഇതിനി ഒന്ന് മൂക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ റെഡ് കളറാവണേ. എന്നാൽ റെഡ് കളർ ആവുന്നുണ്ട് ഏകദേശം. ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി കേട്ടോ. ഇനി അടുത്തത് കരിയാപ്പില കേട്ടോ. ഇതട്ടോ. ഇനി നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുക. റെഡ് കളർ ആവണല്ലോ. ഇനി ഇതിനകത്ത് അടുത്തത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇടുമ്പം പറയണേ. മഞ്ഞപ്പൊടി ഇടട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്തോ അടുത്ത് ചെയ്യുന്നത്? ഇനി അടുത്തത് മുളക് പൊടി. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
കേട്ടോ. ആ ഇട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇളക്കി കഴിഞ്ഞിട്ട് ഇനി ഉലുവാപ്പൊടി. ഇനി മുളക് പൊടി എല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇനി ഒന്ന് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി അതും ഇളക്കുന്നുണ്ട്. ഇതെന്തോന്നാ എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഇതിനെല്ലാം റെഡി ആക്കിയിട്ട് ചേർക്കുന്ന ഒരു വിനാഗിരി ചേർക്കും. നമുക്ക് ചേർക്കുന്നില്ല, നമ്മള് വിനാഗിരി ഒഴിക്കുന്നില്ല കേട്ടോ. ഇതാണ്ട് കുറച്ച് വെള്ളം. മറ്റേ അതായത് നേരത്തെ മറ്റേ ഇത് കഴുകി വെച്ചില്ലേ, ലവലോലിക്ക് കഴുകി വെച്ചേ പുഴുങ്ങിയ വെള്ളം. ആ പുഴുങ്ങിയ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ റെഡ് കളറും ആയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കേട്ടോ. റെഡ് കളർ ആയിട്ടുണ്ട്. ഉപ്പ് ചേർക്കുക. ഇനി ഇതിനകത്ത് വേണ്ടുന്നതിൻ്റെ ഉപ്പ് ചേർക്കുക. വേണ്ടുന്ന നിങ്ങൾക്ക് പാകമാകുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക. രണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി കായപ്പൊടി. ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി അടുത്ത എന്തുവാ? കായപ്പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി നല്ല റെഡ് കളറായിട്ടുണ്ട്. പിന്നെയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാറ് വേണ്ടവർക്കല്ലേ അമ്മ? ഇത് ഇനി തിളച്ചു വരുന്നുണ്ട് കേട്ടോ. തിളയ്ക്കുന്ന ഒരു ഇതൊക്കെ കണ്ടോ നിങ്ങള്? ഇനി നമ്മള് എന്ത് ചെയ്യുന്ന ലവലോലിക്ക് ഈ കൂട്ടിനകത്ത് ഇട്ട് കൊടുക്കും. ചേർത്തതിനകത്ത് ഈ ചേർത്ത് വെച്ചേക്കുന്നതിനകത്ത് ഇനി ലവലോലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആണോ, ലവലോലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലവലോലിക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തും അടുത്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഉപ്പ് ഒക്കെ നോക്കി റെഡിയാക്കി വെക്കും. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം നമ്മൾ. അമ്മ കുറച്ചെടുത്ത് ഉപ്പ് നോക്കാൻ പോവാട്ടോ. സൂപ്പർ. അപ്പൊ നല്ലയാന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പൊ ഞാനും കൂടെ ഇച്ചിരി എടുത്ത് ഉപ്പ് നോക്കാൻ പോവാണേ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല എരിയുണ്ട് കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല എരിയുണ്ട്. എരിയൊന്നുമില്ല. അയ്യോ എന്റെ തൊണ്ടയ്ക്ക് ഇരുത്തിയത്. നല്ല എരിയുണ്ട് കേട്ടോ. അയ്യോ നല്ല എരിയുണ്ട് മച്ചാവരെ, നല്ല എരിയുണ്ട്. കാണിച്ചു ഒരു ലവലോലിക്ക് എടുത്തമ്മ. ഒരു ലവലോലിക്കൂടെ തിന്ന് നോക്കാവേ. അയ്യോ പൊളി മച്ചാവരെ. ലവലോലിക്ക് ഇട്ടപ്പോ നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി രുചിയുണ്ട്. സൂപ്പർ സൂപ്പർ. അടിപൊളി. അപ്പം മച്ചാമാരെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അച്ചാർ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ പറയും. അപ്പം നമ്മുടെ ലവലോലിക്ക അച്ചാർ റെഡിയായി. ഇനി എല്ലാവരും എൻ്റെ മോന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് വേണം. ഓക്കെ മച്ചാമാരെ, അപ്പം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ.